നിങ്ങൾ നൈസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ DME സ്റ്റാഫ് നേഴ്സ് കേരള PSCയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ അറിയുന്നത് പോലെ +2 സയൻസ് എന്ന് പറയുന്നത് നിർബന്ധമല്ല. +2 സയൻസ് പഠിക്കാത്തവർക്കും കേരളത്തിൽ ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണമെങ്കിൽ +2 സയൻസ് നിർബന്ധമല്ല. പക്ഷേ എന്നാൽ കേരള PSC പരീക്ഷകൾ, കേരള സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ പരീക്ഷ DHSന്റെ ആണെങ്കിലും DMEയുടെ ആണെങ്കിലും നഴ്സിംഗ് ഓഫീസർ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ +2 സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് എടുത്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഇതുവരെ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. സോ അങ്ങനെ കുറേ അധികം കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയിരിക്കുന്ന ജനറൽ നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ പരീക്ഷകൾ എഴുതാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം 21-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പും ആരോഗ്യ വകുപ്പിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് മേഖലയിലെ ഉന്നതാധികാരികളും ഒരു കേരളത്തിലെ വിവിധ സർവീസ് സംഘടനകളുമായിട്ടുള്ള 3 മണിക്ക് നടന്ന മീറ്റിംഗിൽ ഈ +2 സയൻസ് എന്ന് പറയുന്ന യോഗ്യത അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. സോ ഇനി മുതൽ ജനറൽ നഴ്സിംഗ് +2 സയൻസ് ഇല്ലാതെ പഠിച്ചവർക്കും ഈ വരുന്ന DME സ്റ്റാഫ് നഴ്സ് PSC മുതലുള്ള എല്ലാ കേരള PSCയുടെ എക്സാമുകളിലും അവർക്കും എക്സാം എഴുതാൻ കഴിയും. സോ അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു സന്തോഷ വാർത്തയാണ്. കാരണം അവർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹമായിരുന്നു അവർക്കും കേരള PSC എക്സാം എഴുതാനായിട്ട് ഉള്ള അനുവാദം കിട്ടുക എന്നുള്ളത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് എങ്ങനെയാണ് ഈ ഒരു ഓർഡറിലേക്ക് എത്തിയതെന്ന് നിങ്ങൾ പലരും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഇത് ആദ്യമായിട്ട് ശരിക്കും ഇതിനെതിരെ കേസ് കൊടുക്കുന്നത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആണ്. 2018 യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആണ് ഈ +2 സയൻസ് എന്ന് പറയുന്ന യോഗ്യത മാറ്റി അല്ലെങ്കിൽ +2 സയൻസ് അല്ലാതെ കേരളത്തിൽ ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ അവരെ PSC പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആണ്. അവരാണ് 2018 മുതൽ കേരളം അന്ന് മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ ഈ റൂൾ ഭേദഗതി ചെയ്യാൻ അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തായിരുന്നു. ആ കേസ് അവർക്ക് ശരിക്കും അനുകൂലമായിട്ട് തന്നെയാണ് വന്നത്. അതിൽ പ്രകാരം സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അത് ഗവൺമെന്റ് തീരുമാനമെടുക്കാമെന്നായിരുന്നു അന്ന് ഡയറക്ഷൻ കൊടുത്തത്. അത് പക്ഷെ ആ സമയത്താണ് 2014 ആ സമയത്ത് PSC വിളിക്കുന്നത്. PSC എക്സാം വിളിച്ചു. പക്ഷെ അങ്ങനെ ആ എക്സാമിനും അവർക്ക് കുട്ടികൾക്ക് എഴുതാൻ പറ്റാതെ പോയി. അത് കഴിഞ്ഞ് ഈ 2018 തന്നെ അത് കഴിഞ്ഞ് 2020 ആ 18 എക്സാം കഴിഞ്ഞ് 2020 വീണ്ടും പാലക്കാട് ജില്ലയിൽ ഒരു ജിഷ റേച്ചൽ തോമസ് എന്ന് പറയുന്ന ഒരു കുട്ടി ഇതുപോലെ കേസ് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യേണ്ടായി. അത് കേരളത്തിന് പുറത്ത് പഠിച്ച ഒരു കുട്ടിയാണ്. കർണാടകത്തിലാണ് ജനറൽ നഴ്സിംഗ് പഠിച്ചത്. ആ കുട്ടിക്ക് പക്ഷെ ഇവിടെ രജിസ്ട്രേഷൻ ആണ്. പക്ഷെ കേരളത്തിലെ കേരള PSC എക്സാം എഴുതാൻ അവരെയും അനുവദിക്കണമെന്ന രീതിയിൽ, കാരണം മറ്റു കുട്ടികൾ ഒത്തിരി പേർ ജനറൽ നഴ്സിംഗ് പഠിച്ച് ഇറങ്ങുന്നുണ്ട്. അവർക്ക് പക്ഷേ കേരളത്തിൽ തന്നെ പഠിച്ചിട്ടും പക്ഷെ കേരള PSC എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിന്റെ ഓർഡർ 22/5/2023 പാലക്കാട് ജില്ലയിൽ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വരികയുണ്ടായി. സോ ആ ഒരു ഉത്തരവില് കൃത്യമായിട്ട് 3 മാസത്തിലെ DMEയോട് ഇത് സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്ത് +2 ഓർ തഫ്ലീം ആക്കണമെന്നായിരുന്നു ഡയറക്ഷൻ കൊടുത്തത്. സോ ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അടുത്തൊരു ഓർഡർ ആയിട്ട് വന്നത്. കേരള ഹൈക്കോടതിയുടെ ഓർഡർ കഴിഞ്ഞിട്ട് അടുത്ത് വന്ന ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഓർഡറാണ്. ഇപ്രകാരമാണ് ഇപ്പൊ കുറേയധികം കുട്ടികൾ അവരും ഇതിന്റെ പുറകിൽ ഈ ഒരു ഓർഡറിനെ ബേസ് ചെയ്തിട്ടും ഉള്ളത്. അവരുടെ ശ്രമങ്ങൾ കൂടി ആയിട്ടാണ് ഇപ്പൊ ശരിക്കും ഈ ഒരു സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യാനായിട്ട് തീരുമാനമായിരിക്കുന്നത്. അതിന്റെ മീറ്റിംഗ് നടന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. 5/11/2024 ഇതിന്റെ മീറ്റിംഗിന്റെ സർക്കുലർ ഇറങ്ങുന്നത്. അത് കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, രജിസ്ട്രാർ, JDNE ജോയിന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അതുപോലെ മറ്റ് സർവീസ് സംഘടനകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 21-ാം തീയതി വ്യാഴാഴ്ച 3 മണിക്ക് സെക്രട്ടറിയിൽ വെച്ച് ഇതിന്റെ മീറ്റിംഗ് നടക്കുകയുണ്ടായി. സോ അതിന്റെ അജണ്ടകളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 അജണ്ടകളായിരുന്നു. ഒന്ന് ഈ സയൻസ് +2 സയൻസ് അല്ലാത്തവർക്കും നഴ്സിംഗ് എക്സാം കേരള PSCയുടെ നഴ്സിംഗ് ഓഫീസർ എക്സാം എഴുതാൻ അനുവദിക്കുക. അതുപോലെ തന്നെ മറ്റൊരു അപകടകരമായിട്ടുള്ള ഒരു ഭേദഗതി കൂടി വരുന്നുണ്ട്. അത് നമുക്ക് എന്താണ് അത് ഭാവിയിൽ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് പറയാൻ കഴിയില്ല. അത് നഴ്സിംഗ് പഠിക്കണമെങ്കിൽ +2 സയൻസ് വേണ്ട എന്ന രീതിയിലുള്ള ഒരു ഭേദഗതിയും അതിൽ ആ ഒരു മീറ്റിംഗിന്റെ അജണ്ട ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിവേ ഈ ഒരു മീറ്റിംഗിന്റെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജനറൽ നഴ്സിംഗ് പഠിച്ച കുട്ടികൾ, നഴ്സിംഗ് അല്ലെങ്കിൽ സയൻസ് +2 പഠിക്കാതെ GNM പഠിച്ച ജനറൽ നഴ്സിംഗ് പഠിച്ച അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും കൂടി
ഇനി മുതലുള്ള കേരള PSC എക്സാമുകൾ എഴുതാമെന്നുള്ള തീരുമാനമായിരിക്കുന്നത്. സോ ഇനി അത് ഭേദഗതി ചെയ്ത് അത് ഓർഡറായിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഡിസംബർ ലാസ്റ്റ് വീക്ക് വരാൻ പോകുന്ന DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷ പോലുള്ള ഇനിയുള്ള എല്ലാ PSC പരീക്ഷകൾക്കും അവർക്കും എക്സാം എഴുതാൻ കഴിയും. സോ ഇത് വളരെ പരിശ്രമിച്ചാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഉത്തരവ് നേടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഉത്തരവ് നേടിയെടുത്തതിനേക്കാളും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാം പരീക്ഷകളും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ എക്സാമിൽ നിങ്ങൾക്ക് വിജയിച്ച് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ ജോലി കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഇതിന് മുന്നേ ഒരു കോടതി വിധി പ്രകാരം കുറേയധികം കുട്ടികൾ ഈ +2 സയൻസ് പഠിക്കാത്തവർ ഒരു തവണ എക്സാം എഴുതിയിട്ടുണ്ട് 2018 മുന്നേ. പക്ഷെ അന്ന് എഴുതിയ ഒരാൾ പോലും ആ എക്സാമിൽ ക്വാളിഫൈ ചെയ്തില്ലായിരുന്നു, ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവരെ ഉൾപ്പെടുത്താതെ പോയത്. സോ അങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. സോ വെറുതെ നിങ്ങൾ ആഗ്രഹിച്ച് ഈ ഒരു ഓർഡർ നേടിയെടുത്തതിനപ്പുറം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ ജോലി സ്വപ്നം കൂടി നേടിയെടുക്കാനുള്ള പരിശ്രമം കൂടി നിങ്ങളുടെ ഇത് ഉണ്ടാവണം കേട്ടോ. സോ അത് ജസ്റ്റ് ഒന്ന് ഓർപ്പെടുത്തി, നിങ്ങൾ മോശമായിട്ട് കാണിക്കാനൊന്നും അല്ല പറഞ്ഞത്. ഇങ്ങനൊരു സാഹചര്യം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹപ്രകാരം പഠിച്ച് ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എന്ന ജോലി കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSCയുടെ 6ാമത്തെ ബാച്ച്, ദ്രോണ ബാച്ച് 6ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാത്രമായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. പ്രോപ്പറായിട്ട് തന്നെ മറ്റുള്ളവരെ പോലെ സയൻസ് ഗ്രൂപ്പ് പഠിച്ചവരെ പോലെ തന്നെ നിങ്ങളും അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് നല്ല റാങ്കിലേക്ക് എത്തുക. ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എന്ന ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.